നമ്മൾ MOH വർക്ക് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റിനും ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള മെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഡെഡ് ലൈൻ ഒന്നും ആയിട്ടില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് MOH നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ MOHൻ്റെ ഫെസിലിറ്റീൻ്റെ നമുക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഫെസിലിറ്റീൻ്റെ ലൈസൻസ് ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റിൻ്റെയും ലൈസൻസുകൾ ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അപ്പം ഓരോ ഫെസിലിറ്റി ട്രാൻസ്ഫർ അവരുടെ ലൈസൻസ് റിന്യൂവലിൻ്റെ ടൈം ആകുമ്പം അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് കാൻഡിഡേറ്റിനും അത് ചെയ്യാനായിട്ടുള്ള മെയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ഫോണിലൂടെയും വാട്സപ്പിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇതിന് പലർക്കും പല പേയ്മെൻ്റാണ് വരുന്നത്. ഞങ്ങൾ തന്നെ 1-2 ആഴ്ചയായിട്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ പല കുട്ടികൾക്കും പല പേയ്മെൻ്റാണ് വരുന്നത്. അതായത് ഒരു ദിറംസ് വരെയും പേയ്മെൻറ്റ് ചെയ്യാണ്ട് നമുക്ക് MOHൽ നിന്നും ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ അവർക്ക് ഒരു 340-350 ദിർഹംസ് വരെയും പേയ്മെൻറ്റ് ചെയ്യാൻ വരുന്ന കേസുകളും ഉണ്ട്. പ്രോസസ്സിങ്ങിൽ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷാർജ ഹെൽത്ത് അതോറിറ്റിയാണ് നമ്മുടെ ഡോക്യുമെൻറ്റുകൾ ചെക്ക് ചെയ്യുകയും അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവരാണ് നമ്മളോട് ഇൻഫോം ചെയ്യുന്നത് നമുക്ക് എത്രയാണ് അടയ്ക്കേണ്ട എമൗണ്ട് എന്നുള്ളത് അവരാണ് ഇൻഫോം ചെയ്യുന്നത്. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ചെയ്തപ്പം 220 AED ആയിരുന്നു, പിന്നെ അത് 280 AED ആയി, പിന്നീട് 342 AED ആയി. അങ്ങനെ പല രീതിയിലുള്ള പേയ്മെൻറ്റുകളാണ് വരുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു പൈസ വരെയും പേയ്മെൻറ്റ് ചെയ്യാണ്ട് ഈ പ്രോസസ്സിങ് ചെയ്ത കുട്ടികളും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് അറിയാൻ പറ്റില്ല, എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ പ്രോസസ്സിങ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസി ആയിട്ടുള്ള ഡാറ്റ ഫ്ലോ റിപ്പോർട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് അത് ഡാറ്റ ഫ്ലോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റീവെരിഫിക്കേഷന് പോവുകയും അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പ്രോസസ്സിങ് ചെയ്യുമ്പം ഡാറ്റ ഫ്ലോയ്ക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെ ഡാറ്റ ഫ്ലോയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ഓൾറെഡി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പോസിറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് റീവെരിഫിക്കേഷന് പോകും കേട്ടോ. അത് പോസിറ്റീവ് ഇപ്പോഴും ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. ഒരു കാൻഡിഡേറ്റിന് ഒരിക്കൽ പോസിറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കിട്ടി എന്ന് ഓർത്തത് കൊണ്ട് അത് ലൈഫ് ലോങ് പോസിറ്റീവ് അല്ല. അത് നമ്മൾ വീണ്ടും ചെയ്യുമ്പം നമ്മളുടെ കയ്യിലുള്ള നമ്മൾ വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് ആ ഹോസ്പിറ്റലിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വീണ്ടും റീവെരിഫിക്കേഷന് പോവുകയും നമുക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. തുടക്കത്തിൽ പറഞ്ഞത് തന്നെ 0 ദിർഹംസ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത വർക്കിന് 342 ദിർഹംസ് വരെയും അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല, വേറെ ചിലർക്ക് വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞങ്ങൾക്ക് 342 വരെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നഴ്സിംഗ് മന്ത്രത്തിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിലും പേയ്മെൻറ്റ് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട, പല പേയ്മെൻറ്റും വരും. പക്ഷേ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ്, ശ്രദ്ധിക്കുക. കാരണം ഒരിക്കൽ നെഗറ്റീവ് വന്നാൽ പിന്നെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഷാർജ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.